പ്രിയങ്കരനായ MESൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, മറ്റ് ഭാരവാഹികൾ, വിശിഷ്ട അതിഥികൾ, വളരെ സന്തോഷകരമായൊരു ചടങ്ങിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത ധാരകളുള്ള ആളുകളെ ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ഇഫ്താർ സംഗമമാണിത്. ഈ ഇഫ്താർ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകവ്യാപകമായി തന്നെ ഇഫ്താർ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നടന്ന ഒരു ഇഫ്താർ സംഗമമാണ് ഇടക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ സാമൂഹികമായി മൊത്തത്തിൽ ആളുകൾ എല്ലാവരെയും ഒന്നിച്ചിരുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സമയമായി റംസാനെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രശ്നങ്ങൾ നമുക്ക് ദേശീയവും അന്തർദേശീയവുമായ ഒട്ടനവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതിനൊന്നും ഉള്ളൊരു വേദിയല്ല ഇത് എന്ന് വ്യക്തമായി ബോധ്യമുണ്ട്. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് ഉപയോഗത്തെക്കുറിച്ച് അധ്യക്ഷനും സലാം സാഹിബും സൂചിപ്പിക്കുകയുണ്ടായി. അക്കാര്യത്തിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് കഴിഞ്ഞ നിയമസഭയിൽ വാദങ്ങൾ കേട്ടപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചതാണ്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരേ സ്വരത്തിൽ തന്നെ ഈ പ്രശ്നം സഭയിൽ ഉയർത്തിക്കൊണ്ടുവരികയും പോലീസും എക്സൈസും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു ശക്തമായ പോരാട്ടം ഇതിനെതിരായി സംഘടിപ്പിക്കണം എന്ന് തീരുമാനമെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ ലഹരി വേട്ട സംസ്ഥാന വ്യാപകമായി നടന്നു വരുന്നത്. അതിൻ്റെ റിസൾട്ടുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറ്റി എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കപ്പെടുന്ന വല്ലാത്തൊരവസ്ഥയിലൂടെ തന്നെയാണ് നാം കടന്നു പോകുന്നത്. സ്വന്തം ഉമ്മയെ കുത്തിമലർത്തിയിട്ട് കുറ്റബോധമില്ലാത്ത മകൻ നമ്മുടെ ജില്ലയിലാണ് നമ്മൾ കണ്ടത്. എന്തിനാണ് ഉമ്മയെ കൊന്നത് എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കുട്ടി പറഞ്ഞത്, എന്നെ നൊന്ത് പ്രസവിച്ചതിന് ശിക്ഷ കൊടുത്തു എന്ന അർത്ഥത്തിലാണ് കുട്ടി പ്രതികരിച്ചത്. ആ രീതിയിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം വല്ലാത്ത വെല്ലുവിളി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് വന്ന പത്രവാർത്തകളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ചോക്ലേറ്റുകളിൽ പോലും കഞ്ചാവിൻ്റെ അംശമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പരിശുദ്ധ റമദാനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഇബാദത്തുകൾ മുന്നിലെന്ന പോലെ തന്നെ മുസ്ലിം സമുദായം വളരെ മുന്നിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഗൗരവതരമായി മുസ്ലിം സമുദായ സംഘടനകൾ ഇക്കാര്യത്തിൽ വളരെ ഗൗരവതരമായ ചർച്ച വേണം. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് നമുക്ക് കുട്ടികളെ നന്നാക്കിയെടുക്കാൻ എന്ത് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് ഒരു ഗൗരവതരമായ ചർച്ച അക്കാദമിക് ലെവലിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് ഗൗരവതരമായി തന്നെ അത്തരം ചില നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ആ രീതിയിൽ വലിയ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ ഭാഗത്തിൽ ഉണ്ടാകണം. ഇത്തരമൊരു സംഘാടനം വഴി എല്ലാവരെയും ഒന്നിച്ചിരുത്താൻ ഈ പരിശുദ്ധ റമദാനിൽ തയ്യാറായിട്ടുള്ള MESൻ്റെ സംസ്ഥാന നേതൃത്വത്തെ, പ്രത്യേകിച്ച് അതിൻ്റെ പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ നന്നായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. നന്ദി.